നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിനി മുങ്ങിമരിച്ച സംഭവം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി. റിസർവോയറിന്റെ കൈവഴിയിൽ വെള്ളത്തിൽ മുങ്ങി അലീന എന്ന 16-കാരിയാണ് മരിച്ചത്. ഒപ്പം അപകടത്തിൽപ്പെട്ട 3 പേർ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. പീച്ചി ഡാം ജലസംഭരണിയുടെ കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30-നാണ് അപകടമുണ്ടായത്. പീച്ചി ലൂർദ് മാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് എത്തിയതായിരുന്നു കൂട്ടുകാർ. ഡാമിലെ ജലസംഭരണി കാണാൻ 5 പേർ ചേർന്നാണ് പുറപ്പെട്ടത്. പാറപ്പുറത്തിരിക്കുന്നതിനിടെ 2 പേർ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു 2 പേരും വീഴുകയായിരുന്നു. പാറക്കെട്ടിന് താഴെയായതിനാൽ ഈ ഭാഗത്ത് ആഴം കൂടുതലാണ്. മറ്റു കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് നാട്ടുകാർ ഒരു നിമിഷം പോലും പാഴാക്കാതെ നടത്തിയ രക്ഷാപ്രവർത്തനമാണ്. 300 മീറ്റർ അകലെ നിന്ന് ഓടിയെത്തി വെള്ളത്തിൽ നിന്ന് 4 പേരെ മുങ്ങിയെടുത്ത് കരയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷമാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. ഇത് നിർണായകമായി. ഡാമിന്റെ ജലസംഭരണിയുടെ തെക്കേക്കുളം ഭാഗത്തെ കൈവഴിയിലാണ് അപകടം. 10ഓളം പേർ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുകയായിരുന്നു. 4 പേരെയും 10 മിനിറ്റിന്റെ ഇടവേളയിൽ കരയ്ക്കെത്തിച്ചു. 1 കിലോമീറ്റർ അകലെ ആംബുലൻസ് ഡ്രൈവർ റിജോ പൗലോസിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ആംബുലൻസ് ഡ്രൈവർമാർ ഒത്തുകൂടിയിരുന്നു. അവരും വിവരമറിഞ്ഞ് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ 12:30-ന് അലീന മരിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് സമീപത്ത് താമസിക്കുന്നവർ ഓടിയെത്തുകയായിരുന്നു. പള്ളിക്കുന്ന് റിജോമോൻ ജോസ് സമീപവാസികളെല്ലാം വിവരമറിയിച്ചു. തെക്കേക്കുളം റോഡിൽ നിന്ന് 300 മീറ്ററിലേറെ ദൂരത്തായിരുന്നു അപകടസ്ഥലം. തങ്കായ് കുര്യൻ, ഷാൻ തോമസ്, ഷിജോയ് കുര്യൻ, റിജോമോൻ തോമസ്, ഷാജി കാഞ്ഞിരത്തിങ്കൽ, മോഹനൻ മട്ടത്തിൽ, ജിനീഷ് തെക്കേക്കര, ഡിബിൻ ലോറൻസ്, ഷിജു പോൾ തുടങ്ങിയവർ വെള്ളത്തിലിറങ്ങി 4 കുട്ടികളെ രക്ഷിച്ച് കരയ്ക്കെത്തിക്കുകയായിരുന്നു. മുനമ്പം ബീച്ചിലെ ലൈഫ് ഗാർഡ് കൂടിയായ മെജോയ് കുര്യന്റെ നേതൃത്വത്തിൽ CPR നൽകി. പുഴയിൽ നിന്ന് മുകളിലെ റോഡിലേക്ക് എത്തുന്നതുവരെ കുട്ടികളെ വേഗത്തിൽ ചുമന്നെത്തിച്ചാണ് ചികിത്സ ലഭ്യമാക്കിയത്. പെൺകുട്ടികൾക്ക് അപകടമുണ്ടായതിനെ തുടർന്ന് പീച്ചി ലൂർദ് മാതാ പള്ളിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്താനിരുന്ന ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചിരുന്നു. വിലങ്ങന്നൂർ മുതൽ നടത്താനിരുന്ന പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റുമാക്കി ചുരുക്കി ചടങ്ങുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. മ്യൂസിക്കൽ ബാൻഡ് പരിപാടിയും നാടകവും മാറ്റിവെച്ചു. പുളയിൻമാക്കൽ ജോണി സാരി ദമ്പതികളുടെ മകൾ 12 വയസ്സുകാരിയായ നിമ, പാറശ്ശേരി സജി സെറീന ദമ്പതികളുടെ 16 വയസ്സുകാരിയായ മകൾ ആൻ ഗ്രേസ്, മുരിങ്ങത്ത് പറമ്പിൽ ബിനോജ് ജൂലി ദമ്പതികളുടെ 16 വയസ്സുകാരിയായ മകൾ എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട കുട്ടികൾ. ഇവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചതായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കുട്ടികളെല്ലാം തൃശൂർ സെന്റ് ക്ലയേഴ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിമ 7ാം ക്ലാസ്സിലും മറ്റ് 3 പേരും +1-നും പഠിക്കുന്നവരാണ്. ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ 3 കുട്ടികൾ അബോധാവസ്ഥയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുട്ടികളെ രക്ഷിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. കുട്ടികളുടെ ആരോഗ്യനില നേരിയ രീതിയിൽ മെച്ചപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അപകട മേഖലയാണെന്ന് പെൺകുട്ടികൾ വീണതെന്ന് പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.